Hello and welcome to Preamble Education. Welcome to another class. And in this class, we will be discussing about disaster management. And here, disaster management എന്ന് പറയുന്നത് നമ്മൾ കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ് പഠിക്കുന്നത്. കാരണം അതെടുത്ത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടോപ്പിക് എടുക്കുമ്പോൾ നമുക്ക് ഡിസാസ്റ്റേഴ്സ് എന്താണെന്ന് പഠിക്കണം. നാഷണൽ ലെവലിൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ നിയമനിർമ്മാണം കൊണ്ടുവന്നിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി നാഷണൽ ലെവലിലുണ്ട്, നാഷണൽ പ്ലാൻ ഉണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലെവലിലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ലെവലിലും അതിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻസ് വന്നിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും, അതായത് UN-ൻ്റേതായിട്ടുള്ള ഇടപെടലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റേറ്റ് ലെവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയുമുണ്ട് ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ അണ്ടറിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കേരളത്തിലെ ഡൊമൈനിലുള്ള കാര്യങ്ങളാണ് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്. സോ ആസ് യൂഷ്വൽ നമുക്ക് ആ ചോദ്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ എവിടെ വരെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ളത് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ the first question, recently Kerala declared man-animal conflict as a state-specific disaster. സംസ്ഥാന സവിശേഷ ദുരന്തമായിട്ട് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ, മനുഷ്യ വന്യജീവി സംഘർഷത്തെ ഈ അടുത്തിടെയായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചോദ്യം വരുന്നത്. അപ്പം ആ ഒരു ഏരിയ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ എന്താണെന്നുള്ളതും അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്. സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെ പറയുന്നവയിലുള്ള ഏതൊക്കെയാണ് ശരി തെറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആൻസർ കണ്ടുപിടിക്കാനല്ല നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഏത് ഏരിയയിൽ നിന്ന് എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്, പിന്നെ എത്രത്തോളം ഫ്രീക്വൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് PYQ വെച്ചിട്ട് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. പഠിച്ചതിന് ശേഷം നമുക്ക് എന്തായിരിക്കാം PYQ എല്ലാം ഒരുമിച്ച് നോക്കിയിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്നുള്ളത് പഠിച്ചതിന് ശേഷം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. സോ ഫസ്റ്റിൽ പറയുന്നത് കോസ്റ്റൽ ഇറോഷൻ ഈസ് എ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കി വെക്കണം. Then about 40% of the funds available under the state disaster response fund can be used for providing immediate relief to the victims. അപ്പം സ്റ്റേറ്റ് ഡിസാസ്റ്റർ സ്പെസിഫിക് റെസ്പോൺസ് ഫണ്ട് എന്ന് പറയുന്നതും അതിൽ എത്ര ശതമാനം എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും അറിഞ്ഞു വെച്ചിരിക്കണം. Then the state disaster management authority can take action overriding other norms including those under the Wildlife Protection Act. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ അണ്ടറിൽ പറയുന്ന ചില പ്രൊവിഷൻസുകളും അതിൽ നിന്നും വന്നിട്ടുള്ള റൂൾസിൻ്റെ അണ്ടറിലും പറയുന്ന പ്രൊവിഷൻസുകളും ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ് വരുന്നത്. അപ്പം കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റുകളിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അവിടെ നിന്നാണ് ചോദ്യങ്ങൾ പിക്ക് ചെയ്തിട്ടുള്ളത്, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റുകളിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയണം, അത് ആ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റീസെൻ്റ്ലി ആഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചോദ്യം വന്നത്. അപ്പോൾ ഇതിന് ശേഷം എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അപ്പോൾ അതും നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം, ഇനിയും ചോദ്യം വരാം എന്നുള്ളതാണ്. Next, which of the following hazards comes under the definition of disasters according to Disaster Management Policy Kerala 2010? അപ്പോൾ നമുക്ക് മറ്റൊരു ഡോക്യുമെൻ്റ് ഉള്ളതാണ് ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി 2010 എന്ന് പറയുന്നൊരു പോളിസി ഡോക്യുമെൻ്റ് ഉണ്ട് കേരളത്തിന്. അപ്പോൾ അതിൽ ഡിസാസ്റ്റേഴ്സും ഹസാർഡ്സും അതിൻ്റെ നമ്മുടെ ഒരു കാര്യനിർവഹണം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു കാര്യമാണ് പറയുന്നത്, ഒരു നയമാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ചധികം ഡിസാസ്റ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഈ ഒരു ഡെഫിനിഷൻ്റെ അണ്ടറിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഹസാർഡ്സിനെ ഡിസാസ്റ്റേഴ്സായിട്ട് ക്ലാസിഫൈ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ചോദ്യം പൂർണ്ണമായിട്ട് മനസ്സിലാവണം. അപ്പോൾ അതിൽ ഹസാർഡ് എന്താണ്, ഡിസാസ്റ്റർ എന്താണെന്നൊക്കെയുള്ള ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. സോ ഹൈഡ്രോ മീറ്റിയോറോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നു, ജിയോളജിക്കലി റിലേറ്റഡ്, ബയോളജിക്കലി റിലേറ്റഡ്, മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടോ എന്നുള്ളതാണ്, അതും നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഈ പോളിസിയിൽ പറഞ്ഞിട്ടുള്ള കാറ്റഗറൈസേഷൻ ഓഫ് ഡിസാസ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഇത് മെയിൻ ഹെഡിങ്സ് ആണ്. ഇതിൻ്റെ അണ്ടറിൽ ഏതൊക്കെയാണ് ആ ഡിസാസ്റ്റേഴ്സ് എന്നുള്ളതും പഠിക്കാനുണ്ട്. നെക്സ്റ്റ്, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ കോമ്പസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അതെന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി നോൺ ഓട്ടോണമസ് ബോഡിയാണോ, ഗവർണറാണോ ചെയർമാൻ, അതേപോലെ തന്നെ എന്താണ് ചീഫ് മിനിസ്റ്റർ ആണോ CEO എന്ന് പറയുന്നത്, ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണോ അതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത്, തുടങ്ങിയ കാര്യങ്ങൾ. ഇതെല്ലാം ഒന്നും ശരിയല്ല. അതും നമുക്ക് അവിടെ നിന്ന് പഠിക്കാനുണ്ട്. അതായത് നമ്മളുടെ ഈ വെബ്സൈറ്റിലേക്ക് കയറുകയാണെങ്കിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് അവിടെ നിന്ന് അറിയാൻ പറ്റും. പിന്നെ ഇതെന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റിൽ പറയുന്ന കാര്യങ്ങളാണ്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, സ്റ്റേറ്റ് ഡിസാസ്റ്റർ
മാനേജ്മെൻറ്റ് അതോറിറ്റി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ ബോഡിയും അതായത് ലീഗലി ബാക്കിംഗ് ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ അണ്ടറിൽ ഓരോ സെക്ഷനിലായിട്ട് പറഞ്ഞിട്ടുള്ള അതോറിറ്റീസാണ് ഇവയൊക്കെ എന്ന് പറയുന്നത്. ഇത് നമുക്ക് അങ്ങനെയും പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ടു ദ വെബ്സൈറ്റ് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാവുന്നതാണ്. Next, in case of a disaster management in Kerala, which among the following sequence is suggested for the action as per statutory requirement? നമ്മുടെ പോളിസി പ്രകാരം നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളത് ഫോളോ ചെയ്യുന്ന ഒരു സീക്വൻസ് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ സീക്വൻസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ പഠിക്കുമ്പോഴെന്ന് പറയാം മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്, റെസ്പോൺസ്, റിക്കവറി എന്നൊരു രീതിയിലായിരിക്കും പഠിക്കുന്നത്. പക്ഷേ നമ്മുടെ പോളിസി പ്രകാരം ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നോക്കി വെക്കേണ്ടതായിട്ട് വരും. നെക്സ്റ്റ്, മോട്ടോ ഓഫ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. ഓൾറെഡി വേറൊരിടത്ത് വന്നതാണ്, ഇവിടെ വീണ്ടും അത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എന്താണ്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ കോമ്പോസിഷൻ അറിഞ്ഞു വെച്ചിരിക്കുക. എഗെയിൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്, ആരാണ് CEO എന്നുള്ളത്. നെക്സ്റ്റ്, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്താണ് താഴെ പറയുന്നവയിൽ എന്നുള്ളതാണ്. സ്റ്റാറ്റ്യൂട്ടറി ഓട്ടോണമസ് ആണോ, നോൺ സ്റ്റാറ്റ്യൂട്ടറി ആണോ, നോൺ ഓട്ടോണമസ് ആണോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതും എന്താണ്, ലെങ്തി സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടും ചോദിച്ചു, ഇൻഡിവിജ്വലായിട്ടും ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ദ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. അഗെയിൻ സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ, നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റിക്കാൻ വേണ്ടിയിട്ട് വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ അഗെയിൻ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, അതിൻ്റെ കോമ്പോസിഷനാണ് വീണ്ടും ചോദിച്ചിട്ടുള്ളത്. എത്ര തവണ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ 5-6 തവണ ആയിട്ടുണ്ട് അല്ലേ. ദെൻ വിച്ച് among the following comes under category 2 of geologically related disasters. നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ ഡിസാസ്റ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ മെയിൻ ഹെഡിങ് വെച്ചിട്ടായിരുന്നു നേരത്തെ ചോദ്യമെങ്കിൽ ഇപ്പം അതിൻ്റെ അണ്ടറിൽ പെടുന്നത് ഏതൊക്കെയാണ് എന്നുള്ളൊരു രീതിയിലുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് കംസ് അണ്ടർ ഈച്ച് കാറ്റഗറി, ഓരോ കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന ഏതൊക്കെയാണ്. ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ കാറ്റഗറി 1 ഓഫ് ഹൈഡ്രോമീറ്റിയോറോളജിക്കൽ ഡിസാസ്റ്റർ അണ്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി, അതിൻ്റെ അണ്ടറിൽ വരുന്ന ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണ്. അപ്പം നമുക്ക് ബൈഹേർട്ട് ചെയ്ത് വെക്കേണ്ട ഫാക്ച്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ദെൻ ഇൻ്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്നാണ് എന്നുള്ളതാണ്. അത് യൂഷ്വലി എന്തായാലും ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ഡേയും അതിൻ്റെ തീമും ഒക്കെ ഒന്ന് നോക്കി വെക്കേണ്ടതായിട്ട് വരും. ഇതാണ് പിന്നീട് ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്. ദെൻ ഏത് മിനിസ്ട്രിയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതും ഒരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. സോ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ള ഏരിയയിൽ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റിൻ്റെ ഡൊമൈൻ വിട്ടിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഡിസാസ്റ്റർ ഡേ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പഠിക്കുന്നതാണ്. അപ്പം അത് ചോദിച്ചിട്ടുണ്ട്, ഇൻ്റർനാഷണൽ ഡേ എന്നുള്ളത്. പിന്നെ അല്ലാതെ സെൻട്രൽ ഗവൺമെൻറ്റിൽ ഏത് മിനിസ്ട്രിയാണ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത്. അതല്ലാതെ ചോദിച്ചിട്ടുള്ളത് എല്ലാം തന്നെ എന്താണ്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നും മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. നാഷണൽ ലെവലിലുള്ള കാര്യങ്ങളോ നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്ററുകളെ പറ്റിയിട്ടോ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണ്, ഇത് കേരള ഗവേണൻസിൻ്റെ അണ്ടറിൽ പഠിക്കേണ്ടത് കൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പം നമ്മളും എന്താണ് ആ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാൻ പറ്റാവുന്ന എല്ലാ ഭാഗത്തു നിന്നുമുള്ള ചോദ്യങ്ങൾ, എല്ലാ ചോദ്യങ്ങളും എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാ ഭാഗത്തു നിന്നുമുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്. സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ട് ചോദിച്ചു, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിനകത്ത് നിന്ന് പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസിനെ പറ്റിയിട്ട് ചോദിച്ചു, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയെ പറ്റിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ദെൻ നമ്മളുടെ പോളിസിയുടെ അണ്ടറിൽ ഡിസാസ്റ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള അതിൻ്റെ മെയിൻ ഹെഡിങ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ അണ്ടറിലുള്ള ഓരോ ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ടും ചോദിക്കുക. അപ്പം ചോദിക്കാൻ സാധ്യതയുള്ള സ്റ്റേറ്റിൻ്റെ ഡൊമൈനിൽ പെടുന്ന ഭാഗങ്ങളിൽ നിന്നെല്ലാം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം എന്താണ് കുറേയധികം ഡിസാസ്റ്റേഴ്സ് അല്ലേ, ഇപ്പം നമുക്ക് ലൈക്ക് ഇവിടെ നമ്മൾ 4 ഡിസാസ്റ്ററുകളെ പറ്റിയിട്ടാണ്, ഇവിടെയും 4 ഡിസാസ്റ്റർ അല്ലെങ്കിൽ ജിയോളജിക്കലി റിലേറ്റഡ്, ഇവിടെ ഹൈഡ്രോമീറ്റിയോറോളജിക്കലി റിലേറ്റഡ് എന്നാണ്. അത് മാത്രമല്ല വരുന്നത്, വേറെയുമുണ്ട്. അപ്പോൾ ഇനി ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ ഭാഗങ്ങളിൽ നിന്ന് ചോദിക്കാമെന്നുള്ളത്, അല്ലെങ്കിൽ ആ റിമൈനിങ് ആ ഏരിയയിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ കോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ മോഡിഫൈ ചെയ്തും ചോദ്യങ്ങൾ വരാമെന്നുള്ളതാണ്. അപ്പം അതേപോലെ തന്നെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഒരു ചെറിയ കണ്ടൻറ്റേ നമുക്ക് പഠിക്കാനുള്ള കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പല രീതിയിൽ മാറി മാറി ചോദിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ
പഠിച്ചു കഴിഞ്ഞാൽ ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് കണ്ടൻറ്റ് മാത്രമുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് ഇലാബറേറ്റഡ് ആയിട്ട് ഡിസാസ്റ്റർ എന്താണെന്നും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാഷണൽ, സ്റ്റേറ്റ്, ഇൻ്റർനാഷണൽ ലെവലിലുള്ള കാര്യങ്ങളുമൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകും. പക്ഷേ നമ്മൾ ഫോക്കസ് കൂടുതൽ കൊടുക്കേണ്ടത് എവിടെയായിരിക്കും? സ്റ്റേറ്റ് അതോറിറ്റിയും സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലുമായിരിക്കും. സോ ഇത്രയുമാണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. ഒരുപാട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഒറ്റ ഹെഡിങ് മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ UPSCയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു ടോപ്പിക്കാണ് അതെന്ന് പറയുന്നത്. ഇനി നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റിൽ ഒരു ചാപ്റ്ററാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അവിടെ ഇതൊന്നുമല്ല, വേറെ കുറേ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മെറ്റീരിയൽസൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഡിസാസ്റ്ററിൻ്റെ നോട്ട് എടുത്തുകൊണ്ട് വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതൊരു വലിയ സബ്ജക്റ്റായിട്ട് മാറും. പക്ഷേ ഇതെന്ന് പറയുന്ന കേരള ഗവേണൻസിൽ ഒരു ടോപ്പിക്ക് മാത്രമായിട്ട് നിങ്ങൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം ഭാഗങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഒരുപാട് ഇലാബറേറ്റഡ് ആയിട്ട് നോക്കണ്ട. നമ്മൾ ആക്ച്വലി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതിൻ്റെ കോർ കാര്യങ്ങളിലേക്കല്ല ഫോക്കസ് കൂടുതൽ കൊടുക്കുന്നത്. റാദർ അത് ആ ഒരു ഏരിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം സ്റ്റേറ്റിൻ്റെ ഡൊമെയിനിലേക്ക് വരുമ്പം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വർക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളാണ്. സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണല്ലോ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു സിലബസും ടോപ്പിക്കും എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ അത് മനസ്സിലാക്കുക, അതനുസരിച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഹസാർഡ് എന്നും ഡിസാസ്റ്റർ എന്നുമൊക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുള്ള ടേമാണ്. പക്ഷേ എന്താണ് ഹസാർഡ് മാനേജ്മെൻറ്റ് എന്നല്ല നമ്മളുടെ ടോപ്പിക്കിൻ്റെ പേര്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഹസാർഡിനും ഡിസാസ്റ്ററിനും എന്താണ് കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഒരിക്കലും ഹസാർഡ് മാനേജ്മെൻറ്റ് എന്ന് മാത്രം പറയുകയില്ല. സോ ഹസാർഡും ഡിസാസ്റ്ററും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹസാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപകട അവസ്ഥയാണ് നമ്മൾ ഹസാർഡ് എന്ന് വിളിക്കുന്നത്. അത് എന്ത് തന്നെ ആയാലും നമ്മൾ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ദുരന്തം എന്ന് പറയുന്ന ടേം കൊണ്ട് മെൻഷൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഇവൻ്റ് ഉണ്ടല്ലോ, ഒരു തീ കത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മല ഇടിഞ്ഞ് വീഴുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുക എന്ന് പറയുന്ന ആ ഒരു ഇവൻറ്റ്, അത് ജിയോളജിക്കലാവാം, മാൻമെയ്ഡ് ആവാം, ഏത് രീതിയിലും ആവാം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹസാർഡ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് സെൽഫ് ക്യാരീസ് വിത്തിൻ ഇറ്റ് എ പൊട്ടൻഷ്യൽ ടു കോസ് ഹാം. അതായത് അത് സംഭവിച്ചാൽ അതോടൊപ്പം ഒരു കാര്യം കൂടിയിട്ടുണ്ട്, അതിനകത്തൊരു റിസ്ക് എലമെൻറ്റ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് കാരണത്താലായിട്ട് ഹസാർഡ് സംഭവിക്കുന്ന കാരണത്താലായിട്ട് എന്താണ് ആളുകൾക്ക് അപായം ഉണ്ടാവാം, മരണം സംഭവിക്കാം, അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്ക് ഡാമേജ് ഉണ്ടാവാം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകൾ അതിനകത്തുണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട് അതിനകത്ത്. പക്ഷെ അത് സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടാവുന്ന ഏരിയയിൽ ലൈക്ക് ഇപ്പം ആളപായം എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ആളപായം എടുക്കുകയാണെങ്കിൽ ഇതുണ്ടാവുന്ന ഏരിയയിൽ ഇപ്പോൾ നല്ലൊരു തീപിടുത്തം ഉണ്ടായെന്ന് തന്നെ വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ടാങ്കർ ലോറി മറിഞ്ഞിട്ട് പൊട്ടിത്തെറി ഉണ്ടായെന്ന് വിചാരിക്കുക. പക്ഷേ ഒരു റിമോട്ട് ഏരിയയിലാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ അവിടെ ആളപായം ഉണ്ടായിട്ടില്ല, ആളുകളെ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്ഥലത്തല്ല ഇതുണ്ടായത്. അല്ലെങ്കിൽ ഒരു ഭൂകമ്പം ഉണ്ടായെന്ന് വിചാരിക്കുക, ഉണ്ടായത് ഒരു മരുഭൂമിയിലാണ്. അപ്പം ഭൂകമ്പം എന്ന് പറയുന്നത് എന്താണ്, ഒരു വലിയൊരു ഭൂകമ്പമാണെന്ന് തന്നെ വിചാരിക്കുക. പക്ഷെ ഉണ്ടായത് ഒരു മരുഭൂമിയിൽ ആളുകൾ അധികം അധിവസിക്കാത്ത ആ ഒരു ഫോക്കസ് ഏരിയയിലോ അല്ലെങ്കിൽ ആ ഉണ്ടായ സ്ഥലമെന്ന് പറയുന്നിടത്ത് ഈ പറയുന്ന പോലെ ആളുകൾ അധികമില്ല, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റിലും ആളുകൾ അധികം താമസിക്കുന്നില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹസാർഡ് സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഡസൻ ടേൺ ഇൻടു എ ഡിസാസ്റ്റർ, അതൊരു ഡിസാസ്റ്ററായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഹസാർഡിനകത്തൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, അത് കാരണം ആളുകൾക്ക് അപകടം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, ഡിപ്പെൻഡ്സ് അപ്പോൺ അതർ ഫാക്ടേഴ്സ്. എന്നാൽ ഇതേപോലെ തന്നെ ഒരു തീപിടുത്തം ഉണ്ടായ കാര്യം ഞാൻ പറഞ്ഞില്ല, ചുറ്റിനുമുള്ള ആളുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആളിനും പ്രോപ്പർട്ടിക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, കുറച്ച് റിമോട്ട് ഏരിയയിലായിരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാപ്പൻ ടു ബി എ ഡിസാസ്റ്റർ. അതൊരു ഡിസാസ്റ്ററാണ്, പക്ഷേ എന്താണ് ഇറ്റ് ഡസൻ ടേൺ ഇൻടു എ, ഇറ്റ് ഹാപ്പൻ ടു ബി എ ഹസാർഡ്. അതൊരു ഹസാർഡാണ്, ബട്ട് ഇറ്റ് ഡസൻ ടേൺ ഇൻടു എ ഡിസാസ്റ്റർ. അത് ഡിസാസ്റ്ററായി മാറിയില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു ഹസാർഡിൽ ഉണ്ടായിരുന്ന ആ റിസ്ക് ഉണ്ടാവാനുള്ള സാധ്യത കുറച്ചോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആളപായം സംഭവിച്ചു, പ്രോപ്പർട്ടീസിന് നഷ്ടമുണ്ടായി, തീ കത്തി കുറേ കാര്യങ്ങൾ നശിച്ചു പോയി, അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടായി, കെട്ടിടങ്ങൾ തകർന്നു, ആളുകൾ മരിക്കുന്നു, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ഡിസ്ട്രക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? ഡിസാസ്റ്റർ എന്ന് വിളിക്കും. സോ ഡിസാസ്റ്റർ ഈസ് ദ ഹാംഫുൾ ഇവൻറ്റ് കോസ്ഡ് ബൈ ദ ഹസാർഡ് മെറ്റീരിയലൈസിങ്. അതായത് ഹസാർഡ് കാരണം ഉണ്ടാകുന്ന ഹാംഫുൾ ആയിട്ടുള്ള സംഭവങ്ങളും കൂടി സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡിസാസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ടേം, കാരണം ഇതൊരു എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഓൾ ഡിസാസ്റ്റേഴ്സ് ആർ ഹസാർഡ്സ് അല്ലേ. ഡിസാസ്റ്റർ എന്ന് പറയുന്നത് തൊട്ട് അടുത്ത ലെവലാണ്. ആദ്യം ഹസാർഡ് സംഭവിക്കണം, ഹസാർഡിൻ്റെ റിസ്ക് പൊട്ടൻഷ്യൽ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസാസ്റ്ററായി. അപ്പോൾ എന്താണ്? ഓൾ ഡിസാസ്റ്റേഴ്സ് ആർ
ഓൾ ഡിസാസ്റ്റേഴ്സ് ആർ ഹസാർഡ്സ്. മറ്റൊരു രീതിയിൽ വെച്ചാൽ ഇത് ഹസാർഡ് ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്താണ്, ഡിസാസ്റ്റർ ആണ്. അപ്പോൾ ഓൾ ഡിസാസ്റ്റേഴ്സ് ആർ ഹസാർഡ്സ് ബട്ട് ഓൾ ഹസാർഡ്സ് ആർ നോട്ട് ഡിസാസ്റ്റേഴ്സ് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും എന്നുള്ളതാണ് തിരിച്ചായിരുന്നു വരയ്ക്കേണ്ടത് അല്ലേ. ഓൾ ഡിസാസ്റ്റേഴ്സ് ആർ ഹസാർഡ്സ്, എല്ലാ ഡിസാസ്റ്ററുകളും ഹസാർഡിൻ്റെ അണ്ടറിൽ പെടുന്നതാണ്, പക്ഷേ എല്ലാ ഹസാർഡുകളും എന്താണ്, ഡിസാസ്റ്റർ അല്ല എന്നുള്ളൊരു കാര്യം കൂടിയിട്ടൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഭൂകമ്പം ഉണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് 2 സിനാരിയോ എടുക്കാം. അതായത് ഇപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടായെന്ന് വിചാരിക്കുക. ആ ഭൂകമ്പം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഒരു റിമോട്ട് ഏരിയയിലായിരുന്നു. നല്ല റിക്ടർ സ്കെയിലിൽ വലിയ രീതിയിൽ മാഗ്നിറ്റ്യൂഡുള്ള ഒരു ഭൂകമ്പമാണ് ഉണ്ടായത്. പക്ഷേ എനിവേ എന്താണ്, അവിടെ ആളുകൾ താമസിക്കാത്തത് കൊണ്ട് ആളപായമൊന്നും ഉണ്ടായില്ല. സോ വി വിൽ കോൾ ഇറ്റ് ബൈ ദ ടേം ഹസാർഡ് സംഭവിച്ചു എന്നായിരിക്കും നമ്മൾ പറയുക. എന്നാൽ ഇപ്പോൾ ഡൽഹി പോലൊരു സ്ഥലത്തോ മറ്റോ ഒരു ചെറിയ ഭൂകമ്പമാണ് ഉണ്ടാകുന്നതെന്ന് വിചാരിക്കുക. പക്ഷേ ഒരുപാട് ആളുകൾ മരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളുടെ ബിൽഡിംഗ് കോഡുകൾ അങ്ങനത്തെ ആയിരിക്കും, പഴയ ബിൽഡിങ്സ് ആയിരിക്കും. ആളുകളെന്ന് പറയുന്നത് എന്താണ്, അതിന് പ്രിപ്പയർഡ് ആയിരിക്കില്ല, തിക്ലി പോപ്പുലേറ്റഡും ആയിരിക്കും. അപ്പോൾ അവിടെ കുറേയധികം ആളുകൾ മരിക്കാനുള്ള സാധ്യതയുണ്ട്. സോ വി വിൽ കോൾ ഇറ്റ് ബൈ ദ ടേം ഇറ്റ്സ് എ ഹ്യൂജ് ഡിസാസ്റ്റർ എന്നുള്ളൊരു രീതിയിൽ പറയും. അപ്പോൾ അവിടെ എന്താണ്, ആ ഒരു പൊട്ടൻഷ്യൽ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡിഫറൻസ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. സിംപ്ലി ഒരു ചോദ്യം ചോദിച്ചാൽ പോലും കൺഫ്യൂസിങ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഹസാർഡുക്കും മേലെയാണ് എന്തെന്ന് പറയുന്നത്, ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിസാസ്റ്റർ എന്ന് പറയുന്ന ടേമിനെ കൊണ്ട് ഡിഫൈൻ ചെയ്യും. നമ്മളിപ്പോൾ മനസ്സിലാക്കി വെച്ച കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനെ നമ്മളുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയും എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് കൂടിയിട്ട് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. So disaster means a catastrophe, a mishap, a calamity or a grave occurrence in any area arising from natural or man-made causes. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ്, അല്ലെങ്കിൽ ഒരു ഡെഫിനിഷനാണ്. അതിനകത്തെല്ലാം കവേർഡ് ആവുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ നെഗറ്റീവ്, മോശമെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ഒരു അപായം, അപകടം എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. എറൈസിങ് ഫ്രം നാച്ചുറൽ ഓർ മാൻമെയ്ഡ് കോസസ്, നാച്ചുറൽ ആവാം, അത് മാൻമെയ്ഡ് ആവാം എന്നുള്ളതാണ്. ഓർ ബൈ ആക്സിഡൻറ്റ് ഓർ നെഗ്ലിജൻസ് വിച്ച് റിസൾട്ട് ഇൻ സബ്സ്റ്റാൻഷ്യൽ ലോസ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ഒരു അബദ്ധം കാരണത്താലായിട്ടോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ അശ്രദ്ധ മൂലമോ ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അത് എന്തിന് കാരണമാകുന്നു, സബ്സ്റ്റാൻഷ്യൽ ലോസ് ഓഫ് ലൈഫ് ഓർ ഹ്യൂമൻ സഫറിങ് ഓർ ഡാമേജ് ടു ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് പ്രോപ്പർട്ടി, മനുഷ്യൻ്റെ ജീവനോ ആരോഗ്യത്തിനോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനോ ഒക്കെ എന്താണ് ഡാമേജോ ഡിസ്ട്രക്ഷനോ സംഭവിക്കുന്നു, അതിന് കേടുപാടുകളോ നഷ്ടമോ ഒക്കെ സംഭവിക്കുന്നു. ഓർ ഡാമേജ് ടു ഓർ ഡിഗ്രഡേഷൻ ഓഫ് എൻവയോൺമെൻറ്റ്, ഇനി അതൊന്നും സംഭവിച്ചില്ലെങ്കിൽ എന്താണ് എൻവയോൺമെൻറ്റ് ഇൻ ഇറ്റ് സെൽഫ് എന്താണ് കുഴപ്പം സംഭവിക്കുന്നത്. ആൻഡ് ഈസ് ഓഫ് സച്ച് നേച്ചർ ഓർ മാഗ്നിറ്റ്യൂഡ് ആസ് ടു ബി ബിയോണ്ട് ദ കോപ്പിംഗ് കപ്പാസിറ്റി ഓഫ് ദ കമ്മ്യൂണിറ്റി ഓഫ് ദി അഫക്റ്റഡ് ഏരിയ. അതെന്ന് പറയുന്നത് ഇതൊരു ലാസ്റ്റ് പറയുന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തോത് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെയാണോ അഫക്റ്റ് ചെയ്തത് അവർക്ക് എന്താണ് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നതിനും മുകളിലാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിറ്റി എന്താണ് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് എന്തെന്ന് പറയുന്നത് ഒരു ഡിസാസ്റ്റർ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതേ ഇവൻറ്റ് തന്നെ ഇവൻ ഡൽഹിയിൽ സംഭവിക്കുന്ന ഒരു എർത്ത് ഇവൻറ്റ് തന്നെ ജപ്പാനിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ബിയോണ്ട് ദ കോപ്പിംഗ് കപ്പാസിറ്റി ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി. അവർക്ക് സ്ഥിരം ഉണ്ടാകുന്നതുകൊണ്ട് അവരെന്താണ് കുറച്ചും കൂടെ റെസിലിയൻ്റ് ആണ്. അപ്പം അവിടെ അത് സംഭവിക്കുമ്പോൾ, ഈ ഹസാർഡ് സംഭവിക്കുമ്പോൾ നമുക്ക് ഡിസാസ്റ്റർ എന്ന് വിളിക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം ദേ ഹാവ് ഗെയിൻഡ് ഇനഫ് ലൈക്ക് റെസിലിയൻസ് ഫ്രം ദെയർ എക്സ്പീരിയൻസ്. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇപ്പോൾ നമ്മുടെ ഡൽഹിയിലാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ അത് നന്നായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് ഈസ് ദ ടേം ഡിസാസ്റ്റർ. Next, from the management policy, Kerala State Disaster Management Policy 2010, a disaster is a serious disruption of the functioning of a society. അതായത് നമ്മളുടെ സൊസൈറ്റിയിൽ നമ്മൾ നോർമലി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു, അവിടെ ഒരു കാര്യം സംഭവിച്ചു. ആ സംഭവിച്ച കാര്യം നമ്മളുടെ സൊസൈറ്റിയുടെ നോർമൽ ഫംഗ്ഷനിങ്ങിനെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. കോസ്ഡ് ബൈ എ ഹസാർഡ് ഓർ അതർവൈസ്, ഒരു ഹസാർഡ് കാരണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രീതിയിലോ, ഹാവിങ് വൈഡ് സ്പ്രെഡ് ഹ്യൂമൻ, മെറ്റീരിയൽ ഓർ എൻവയോൺമെൻറ്റൽ ആൻഡ് അതർ ലോസസ്, മനുഷ്യനോ വസ്തുക്കൾക്കോ അല്ലെങ്കിൽ എന്താണ് പ്രകൃതിക്കോ ഒക്കെ നഷ്ടം സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും. വിച്ച് എക്സീഡ് ദ എബിലിറ്റി ഓഫ് ദി അഫക്റ്റഡ് സൊസൈറ്റി ടു കോപ്പ് യൂസിങ് ഇറ്റ്സ് ഓൺ റിസോഴ്സസ്. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആ കമ്മ്യൂണിറ്റി, അഫക്റ്റ് ചെയ്യപ്പെട്ട കമ്മ്യൂണിറ്റിക്ക് അവരുടെ കയ്യിലുള്ള റിസോഴ്സ് കൊണ്ട് അതിനെ എന്താണ് നേരിടാൻ സാഹചര്യമില്ല. അതിനും പുറത്താണ് ഈ പറയുന്ന ഹസാർഡിൻ്റെ പൊട്ടൻഷ്യൽ എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിസാസ്റ്റർ എന്ന് വിളിക്കുന്നത്. രണ്ടും മോറോർലെസ് സിമിലർ മീനിങ് തന്നെയാണ് കൊണ്ടുവരുന്നത്. ആദ്യത്തേത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ഏരിയയും ടച്ച് ചെയ്ത് പറയുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തതും കുറച്ചും കൂടെ എന്താണ് സെൻറ്റൻസ് വൈസ് കുറച്ചും കൂടെ ക്രിസ്പാണെന്നുള്ളതാണ്. ബട്ട് ബോത്ത് ഹാവ് ഓൾമോസ്റ്റ് സെയിം മീനിങ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്ന ടേം കൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്
അതിൽ തന്നെ നാച്ചുറൽ ആൻഡ് ആന്ത്രോപോജനിക് ഡിസാസ്റ്റേഴ്സ് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആർ നാച്ചുറൽ ട്രാജിക് ഇവൻറ്റ് ഒക്കറിംഗ് ഡ്യൂ ടു എൻവയോൺമെൻറ്റൽ ഇംബാലൻസസ് ഓർ അൺനാച്ചുറൽ മൂവ്മെൻറ്റ് ഇൻസൈഡ് ദ എർത്ത് ആൻഡ് കോസസ് ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. അത് എക്സാമ്പിളിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ എർത്ത് ക്വേക്ക്, സുനാമി, വിൻഡ് കൊണ്ട് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഇവൻറ്റുകളാണെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ നമ്മുടെ കടലിൻ്റെ കരകളിൽ ജീവിക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഈ കടൽക്ഷോഭം ഉണ്ടാകുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും, വിൻഡാണെന്നുണ്ടെങ്കിലും, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നാച്ചുറൽ കോസസ് കാരണത്താലായിട്ട് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നാച്ചുറൽ കോസസ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഈ കേരള തീരത്ത് ഈ അടുത്ത സമയത്ത് ഒരു കപ്പൽ മറിയുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയധികം ഹാംഫുൾ ആയിട്ടുള്ള ഓയിലും മറ്റുമൊക്കെ പടരുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഹ്യൂമൻ നെഗ്ലിജൻസ് കാരണത്താലായിട്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ ടാങ്കർ ലോറി പൊട്ടിയിട്ടുണ്ടാകുന്ന അപകടം, അല്ലെങ്കിൽ ഇപ്പം റീസെൻ്റ് ആയിട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഈ വെടിക്കെട്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപകടങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇപ്പം നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിലും, പുറ്റിങ്ങൽ ക്ഷേത്രത്തിലുണ്ടായിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും, ഇതൊക്കെയെന്ന് പറയുന്നതാണ് ഹ്യൂമൻ നെഗ്ലിജൻസ് കൊണ്ടോ കെയർലെസ്സസ് കൊണ്ടോ മിസ്റ്റേക്ക് കൊണ്ടോ ഒക്കെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഡ്യൂ ടു ദ ഫെയിലിയർ ഓഫ് ദ സിസ്റ്റം, അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ കാരണത്താലായിട്ട് സംഭവിക്കുന്നതായിരിക്കും. അതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾക്കത് ഞാൻ പറയാതെ തന്നെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അതൊക്കെയെന്ന് പറയുന്നത്. ഇനി നമ്മൾ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ആ ഡോക്യുമെൻറ്റ് നമ്മൾ വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 39 ഫിനോമിനാസിനെ, അതായത് നാച്ചുറലായിട്ടും മാൻമെയ്ഡായിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുള്ള 39 ഫിനോമിനാസ് അതിൻ്റെ അണ്ടറിൽ പറയുന്നുണ്ട്. അതിൽ അവർ നമുക്ക് L0, L1, L2, L3 എന്നൊക്കെ പറയുന്ന രീതിയിൽ ഡിസാസ്റ്ററിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു അറ്റൻഷൻ എത്രത്തോളം വേണം എന്നുള്ളത് വെച്ചിട്ടാണ്. കാരണം ചില ഇവൻറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ലൊക്കാലിറ്റിയിലുള്ള ആളുകളും ആ അതോറിറ്റീസുമായിരിക്കും അതിൽ ഇൻവോൾവ് ആവുന്നത്. എന്നാൽ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു കാര്യമാണ് സംഭവിക്കുന്നത്, കൂടുതൽ ആളുകൾ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഇറ്റ്സെൽഫ് തന്നെ കാര്യമായിട്ട് ഒരു മുഖ്യമന്ത്രി കാണാൻ വരെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ്, അതിൻ്റെ തോത് ആളുകളെ എത്രത്തോളം അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അത് വരുന്നത്. ഇനി അതിലും വലുതാണെന്ന് ഉണ്ടെങ്കിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ ഇറങ്ങേണ്ട സാഹചര്യം വരും. നമ്മുടെ കേരളത്തിൽ ഫ്ലഡൊക്കെ ഉണ്ടായ സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ പല തട്ടുകളായിട്ട് നമുക്ക് ഡിസാസ്റ്ററിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ബേസിക്കലി 2 കാറ്റഗറിയിലാണ് വരുന്നത്, നാച്ചുറലി ട്രിഗേർഡ് അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റർ എന്നും, ആൻട്രോപോജനിക്കലി ട്രിഗേർഡ് അല്ലെങ്കിൽ ആൻട്രോപോജനിക് ഓർ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റും. ആൻഡ് റിമെമ്പർ, ഈ പോളിസിയിൽ തന്നെ പറയുന്നുണ്ട്, നോട്ട് ഓൾ ഓഫ് ദീസ് ഹസാർഡ്സ് ടേൺ ഇൻ ടു ഡിസാസ്റ്റേഴ്സ് ആൻഡ് ആർ ബിയോണ്ട് ദ കോപ്പിംഗ് കപ്പാസിറ്റി ഓഫ് ദ കമ്മ്യൂണിറ്റി ഓഫ് ദാറ്റ് അഫക്റ്റഡ് ഏരിയ. ഈ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഹസാർഡുകൾ ഒന്നും തന്നെ എല്ലാം തന്നെ ഡിസാസ്റ്ററുകളായിട്ട് ടേൺ ഡൗൺ ചെയ്യുന്നില്ല. പക്ഷേ ഇത്രയും കാര്യങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളൊരു രീതിയിലാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതാണ് ഇങ്ങനെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുള്ളത്. ഇതങ്ങനെ കാണാതെ പഠിക്കേണ്ട, ഇതിൽ നിന്ന് ചോദ്യം വന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ പോളിസിയുടെ അണ്ടറിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് L0, L1, L2, L3 എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. സോ ഇത്രയേ ഉള്ളൂ. L0 വായിച്ചു നോക്കിയാൽ മതി. ഇതിനകത്ത് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. L0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ടൈമാണ്, പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ്. ആ സമയത്ത് നമുക്ക് ഡിസാസ്റ്റർ എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യണോ, അല്ലെങ്കിൽ L0 ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും ഒരു ഡിസാസ്റ്റർ ഉണ്ടായതിന് ശേഷമല്ല നമ്മൾ ആ ഡിസാസ്റ്ററിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് കുറയ്ക്കാനുമൊക്കെ നമ്മൾ പ്രയത്നിക്കുന്നത്. അതിന് മുന്നേ നമ്മൾ ചെയ്തു വെക്കണം കുറേ കാര്യങ്ങൾ. അപ്പോൾ ആ സമയമാണ്, നോർമൽ സമയത്ത് നമുക്ക് ഡിസാസ്റ്ററിനെ, അതിൻ്റെ ഇവൻറ്റ് നമുക്ക് തടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂകമ്പം ഉണ്ടായിപ്പോയേക്കാം. അപ്പം ഭൂകമ്പം ഉണ്ടായാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം ഭൂകമ്പത്തെ റെസിസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ബിൽഡ് ചെയ്യുക, അങ്ങനത്തെ ബിൽഡിംഗ് കോഡുകൾ വരിക. അല്ലെങ്കിൽ ഇനി ഉണ്ടായതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പെട്ടെന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ആ അപായങ്ങൾ കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ആളുകളുടെ മരണസംഖ്യയൊക്കെ കുറയ്ക്കാൻ പറ്റും, ആളുകൾക്ക് പെട്ടെന്ന് റിലീഫ് എത്തിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോർമൽ സിറ്റുവേഷനിൽ ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ്. ദെൻ L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് അതോറിറ്റീസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, മാനേജ്ഡ് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ, ചെറിയ രീതിയിലുള്ള ദുരന്തങ്ങളെയാണ് നമ്മൾ L1 ലെവൽ എന്ന് പറയുന്നത്. L2 എന്ന് പറയുമ്പം സ്റ്റേറ്റ് അസിസ്റ്റൻസ് വേണ്ട കാര്യങ്ങളാണ്, കുറച്ചും കൂടി മെഷീനറി കാര്യങ്ങളൊക്കെ വേണ്ടി വരും. L3 എന്ന് പറയുമ്പോൾ നാഷണൽ ലെവലിൽ നന്നായി ട്രെയിൻഡ് ആയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഫോഴ്സുകളും മറ്റും, അല്ലെങ്കിൽ കൂടുതൽ ആളുകളും കൂടുതൽ എക്യുപ്മെൻറ്റ്സും ഒക്കെ എത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരും. അതാണ് L3 ലെവൽ എന്ന് പറയുന്നത്. അതും മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. പലയിടത്തും നമ്മൾ പറഞ്ഞു പോകുമ്പം എന്താണെന്ന് അറിയാൻ വയ്യാതെ പോകും. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ കാറ്റഗറീസ്: നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് മാൻമെയ്ഡ് ഓർ ആന്ത്രോപോജനിക് ഹസാർഡ്സ്. മൊത്തം 39 എന്നാണ് പറഞ്ഞത്. 22, 17, 39. പിന്നെ 23ാമത് കൊടുത്തിട്ടുള്ളത് കേരളത്തിന് പുറത്ത് സംഭവിക്കുന്ന, കേരളത്തിലുള്ള മലയാളികളെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ കൂടിയിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക.
ഞാൻ വീണ്ടും പറയാണ്, ഈ ഭാഗത്ത് നിന്ന് ഇതുവരെ ചോദ്യം വന്നിട്ടില്ല. ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയും കുറവാണ്. ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ മാത്രമാണ്. സോ ഫ്ലഡ് സിറ്റുവേഷൻ, ലാൻഡ് സ്ലൈഡ്സ്, ഡ്രോട്ട്, കോസ്റ്റൽ ഹസാർഡ്, വിൻഡ്, ലൈറ്റ്നിങ്, എർത്ത് ഹ്യൂമൻ എപ്പിഡമിക്സ്, പ്ലാന്റ് ഡിസീസ് എപ്പിഡമിക് ആൻഡ് പെസ്റ്റ് അറ്റാക്ക് ഓൺ ക്രോപ്പ്, avian epidemic, animal epidemic, pest attack on human habitation, forest fire, meteoroid or asteroid impact, soil piping, heat wave, sunburn or sunstroke, natural background radiation. ഇത്രയും കാര്യങ്ങളാണ് നാച്ചുറൽ ഹസാർഡ്സിൻ്റെ അണ്ടറിൽ പറയുന്നത്. പലതും കേട്ടാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ കൊല്ലം, ചവറ റീജിയനിലൊക്കെ ഉള്ള ആളുകൾക്ക് ആ മണ്ണിൽ നിന്ന് തന്നെ നോർമൽ റേഡിയേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്താണ്, നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഇതിനെയൊക്കെയാണ് നാച്ചുറൽ ഹസാർഡ്സ് ആയിട്ട് അവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി മാൻമെയ്ഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റാമ്പീഡ്സ്, അതായത് തിക്കും തിരക്കുമുള്ള ആളുകൾ, ചവിട്ടിയൊക്കെ ആളുകൾ മരിച്ചു പോകാറുണ്ടല്ലോ. ദെൻ ഫയർ ക്രാക്ക് ആക്സിഡൻറ്റ്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ. ദെൻ പെട്രോ കെമിക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആക്സിഡൻറ്റ്, ടാങ്കർ ലോറികളൊക്കെ പോവുകയും മറിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. ദെൻ ഇൻഡസ്ട്രിയൽ അറ്റാക്സ്, ഡാം ബ്രേക്ക്, ഡാം സ്പിൽവേ ഓപ്പറേഷൻ റിലേറ്റഡ് ഫ്ലഡ് ആൻഡ് ആക്സിഡൻറ്റ്. അതായത് ആദ്യം ഫ്ലഡ് ഉണ്ടായ സമയത്ത് ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഡാം മാനേജ്മെൻറ്റിലുണ്ടായിരുന്ന ഇഷ്യൂ ആണ്, പറയാതെ തുറന്നു വിട്ടുകൊണ്ട് മുങ്ങിപ്പോയതാണെന്ന്, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ ഓയിൽ സ്പിൽസ്, ഇപ്പോൾ കടലിൽ സംഭവിച്ചെന്ന് പറഞ്ഞ കാര്യം. ദെൻ റോഡ് ആക്സിഡൻറ്റ് ഇൻവോൾവിംഗ് സിവിലിയൻ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ആക്സിഡൻറ്റ്സ്. ദെൻ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഫോറസ്റ്റ് ഫയർ. ദെൻ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, മനുഷ്യ വന്യജീവി സംഘർഷം, മനുഷ്യൻ കാട്ടിൽ തീ കത്തിക്കുന്നത്. ദെൻ ഫയർ ആക്സിഡൻറ്റ്സ് ഇൻ ബിൽഡിംഗ് ആൻഡ് മാർക്കറ്റ് പ്ലേസ്. സാധാരണ തീപിടുത്തം ഉണ്ടാവാറുണ്ടല്ലോ. ഇപ്പോൾ അടുത്തിടയ്ക്ക് നിങ്ങൾ എവിടെയോ തീപിടുത്തം ഉണ്ടായതിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് പേര് ഓർമ്മ വരുന്നില്ല. ഏതെങ്കിലുമൊക്കെ മാർക്കറ്റിലുമൊക്കെ തീപിടുത്തം ഉണ്ടാവുക, അല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങുകളിൽ തീപിടുത്തം ഉണ്ടാവുക. ദെൻ ഫയർ ആക്സിഡൻറ്റ്സ് ഇൻ ദെൻ ബോട്ട് ക്യാപ്സൈസിങ്, ബോട്ട് മുങ്ങിയുള്ള അപകട മരണങ്ങളൊക്കെ. ദെൻ ആക്സിഡൻ്റൽ ഡ്രൗണിങ്, വെള്ളത്തിൽ മുങ്ങിയുള്ള മരണം. ബിൽഡിംഗ് കൊളാപ്സ്, ഹ്യൂജ് ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ വിഷമധ്യ ദുരന്തം അല്ലെങ്കിൽ വ്യാജമധ്യ ദുരന്തം. എയർ ആക്സിഡൻറ്റ്, റെയിൽ ആക്സിഡൻറ്റ്, ടെററിസം ഓർ നെക്സലൈറ്റ് അറ്റാക്ക്, ന്യൂക്ലിയർ ആൻഡ് റേഡിയോളജിക്കൽ ആക്സിഡൻറ്റ്, സ്പേസ് ഡെബ്രി ഇമ്പാക്റ്റ്, നമ്മുടെ അപ്പർ അറ്റ്മോസ്ഫിയറിലൊക്കെയുള്ള ഈ വിക്ഷേപണത്തിൻ്റെ ഭാഗമായിട്ടും സാറ്റലൈറ്റൊക്കെ കൂട്ടിയിടിച്ചുമൊക്കെ അല്ലെങ്കിൽ നശിച്ചു പോയതിൻ്റെ ഭാഗമായിട്ടുമൊക്കെ ഉണ്ടാകുന്ന ഡെബ്രികളുണ്ടാവും. അതൊക്കെ എന്താണ്, ഭൂമിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ ബയോളജിക്കൽ ആക്സിഡൻറ്റ്സ്, ബയോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ആക്സിഡൻറ്റ്സ്. ദെൻ ഒക്കുപേഷണൽ ആൻഡ് റിക്രിയേഷണൽ ഏരിയ റിലേറ്റഡ് ഹസാർഡ്സ്, അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും മറ്റിടത്തും ഒക്കെ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെയാണ്. ദെൻ ആക്സിഡൻറ്റ്സ് ഇൻ ആംഡ് ഫോഴ്സ് പ്രൊമീസസ്, ആംഡ് ഫോഴ്സ് പ്രൊമീസിൽ അവരുടെ ട്രെയിനിങ്ങും മറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടക്കാൻ സാധ്യതയുള്ള ആക്സിഡൻറ്റുകളൊക്കെ. മനസ്സിലാവാത്തത് മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങളൊന്ന് വായിച്ച് മാത്രം പോയിരുന്നാൽ മതി, ഒന്ന് അറിഞ്ഞു വെക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെന്നുള്ളത്. അതിനപ്പുറത്തോട്ട് കാണാതെ പഠിക്കാനോ ഒന്നിനും നിൽക്കണമെന്നൊരു നിർബന്ധമില്ല. പോളിസിയിൽ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും തരത്തിൽ കണക്ട് ചെയ്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഓർത്തെടുക്കാൻ പറ്റണം, അത്രയേ ഉള്ളൂ. നൗ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഫ്രം ദിസ് ടോപ്പിക്. ഈ ടോപ്പിക്കിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട, ബൈ ഹേർട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെച്ചോളുക, പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. അതിൽ തന്നെ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്ററാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഞാൻ പറഞ്ഞു അതിൻ്റെ റീസണൊക്കെ എന്താണെന്നുള്ളത്. സോ നോട്ടിഫൈഡ് ഡിസാസ്റ്റേഴ്സ് എന്നാണ് ഇതിന് പറയുന്നത്. നമ്മൾ നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റേഴ്സും സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റേഴ്സും എന്ന രീതിയിലായിരിക്കും ഉണ്ടാകുന്നത്. അത് ഓരോ സംസ്ഥാനങ്ങൾക്കും ഉണ്ടാകും, അവരുടെ നാടിൻ്റെ പ്രശ്നമാണല്ലോ അതെന്ന് പറയുന്നത്. സോ ദേ ആർ ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് കാറ്റഗറീസ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ദാറ്റ് ഹാവ് ബീൻ ഫോർമലി ഡിക്ലെയർഡ് ബൈ ദ ഗവൺമെൻറ് അതോറിറ്റീസ് ഫോർ സ്പെഷ്യൽ മാനേജ്മെൻറ്റ്, റിലീഫ് ആൻഡ് മിറ്റിഗേഷൻ മെഷേഴ്സ്. അതായത് നമ്മൾ കാര്യമായി ശ്രദ്ധ ചെലുത്തേണ്ടതും കാര്യമായി എന്താണ് റിലീഫ് മിറ്റിഗേഷൻ മെഷേഴ്സൊക്കെ കൊണ്ടുവരേണ്ടതുമായിട്ടുള്ള, കാരണം ആ സംസ്ഥാനമോ ആ രാജ്യമോ നിരന്തരമായി ഇത് നേരിടുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സാണ് അതിനെ ഒഫീഷ്യലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നാഷണൽ ലെവലിലും നമുക്ക് ഡിസാസ്റ്റേഴ്സ് വരുന്നുണ്ട്, സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നാഷണൽ ലെവലിൽ ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്, ഡ്രൗട്ട്, സൈക്ലോൺ, എർത്ത് ക്ലൗഡ് ബേസ്റ്റ്, ഹെയിൽ സ്റ്റോം, സുനാമി, ഫയർ, പെസ്റ്റ് അറ്റാക്ക്, കോൾഡ് വേവ് ഓർ ഫ്രോസ്റ്റ്, അവലാഞ്ച്. ഇത്രയും കാര്യങ്ങളാണ് നാഷണലി വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയാം, ക്ലൗഡ് ബേസ്റ്റ് മേഘ വിസ്ഫോടനം എന്ന് പറയുന്നതാണ് ഒരുപക്ഷെ അറിയാൻ സാധ്യതയില്ലാത്തത്. ഹെയിൽ സ്റ്റോം എന്ന് പറയുന്നത് എന്താണ്, ദ കൈൻഡ് ഓഫ് എ പ്രസിപ്പിറ്റേഷൻ, നമ്മൾ ആലിപ്പഴം വീഴുക എന്ന് പറയുന്ന സംഗതി. ദെൻ സുനാമി, ഫയർ, പെസ്റ്റ് അറ്റാക്ക് എന്നൊക്കെ. കോൾഡ് വേവ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ നമ്മൾ ഉഷ്ണതരംഗം എന്ന് പറയുന്നത് പോലെ തന്നെ എന്താണ്, ഈ പറയുന്നത് പോലെ തണുത്ത സിറ്റുവേഷനും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നല്ല തണുപ്പ് അതിശൈത്യമാവുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ്. അവലാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഉരുൾപൊട്ടൽ പോലെ തന്നെ നമ്മൾ ഡെബ്രി അവലാഞ്ച് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. സ്നോ അവലാഞ്ചും വരുന്നുണ്ട്. അതായത് ഉരുൾപൊട്ടൽ പോലെ ഉള്ളൊരു സംഗതിയാണ്. ലാർജ് മാസ് മൂവ്മെൻ്റ് ആണ്. ലാർജ് മാസ് ഓഫ് ഐദർ ഐസ് ഓർ എനിത്തിങ് അതെന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി സ്റ്റേറ്റ്, കേരളത്തിലേക്ക് വരുമ്പം ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു വെച്ചിരിക്കുക, അറിഞ്ഞു വെച്ചിരിക്കുക. സമയം കിട്ടുമെങ്കിൽ മാത്രം അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാൻ നിന്നാൽ മതി. പക്ഷേ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്. യു വിൽ ഗെറ്റ് എ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ഏരിയ. ചോദിച്ചാൽ ഈ ഭാഗത്തു നിന്നൊരു ചോദ്യം ഉണ്ടാകും. മീൻസ് കേരള ഗവേണൻസിൽ നിന്ന്
ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിന്നൊരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോസ്റ്റൽ ഇറോഷൻ, അതായത് നമ്മുടെ തീരദേശം, അതിൻ്റെ ഇറോഷനും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. ദെൻ ലൈറ്റ്നിങ്, മിന്നൽ. ദെൻ സ്ട്രോങ് വിൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ സോയിൽ പൈപ്പിംഗ്, മണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം. അതായത് മണ്ണിൻ്റെ അടിഭാഗത്തുള്ള ഏരിയാസൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും പിന്നീട് ഇരുത്തി താഴേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്നത്. വെള്ളം അടിയിലൂടെയൊക്കെ ഒഴുകുന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നതാണ്. ദെൻ ഹീറ്റ് വേവ്, സൺസ്ട്രോക്ക് ഓർ സൺബേൺ, ഉഷ്ണതരംഗം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ദെൻ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്, ഇതാണ് നേരത്തെ ചോദ്യം ചോദിച്ചപ്പം അവസാനമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹൈ ടൈഡ് മനുഷ്യ വന്യജീവി സംഘർഷം. ദെൻ ഹൈ ടൈഡ് ഫ്ലഡിങ്, ഇതാണ് ഏറ്റവും അവസാനമായിട്ട് ആഡ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ. ഇത്തവണ വേണമെങ്കിൽ ഇത് വെച്ചുകൊണ്ടുള്ള ചോദ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ദിസ് ഈസ് ദ ഹൈ ടൈഡ് ഫ്ലഡിങ് വിച്ച് ഈസ് ആഡഡ് റീസെൻ്റ്ലി. ഹൈ ടൈഡ് ഫ്ലഡിങ് ആണ് ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ 7 എണ്ണമാണ് നമുക്കുള്ളത്. കോസ്റ്റൽ ഇറോഷൻ ഉണ്ട്, ലൈറ്റ്നിങ് ഉണ്ട്, സ്ട്രോങ് വിൻഡ് ഉണ്ട്, സോയിൽ പൈപ്പിംഗ് ഉണ്ട്, ഹീറ്റ് വേവ്, സൺസ്ട്രോക്ക് ഓർ സൺബേൺ ഉണ്ട്, ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഹൈ ടൈഡ് ഫ്ലഡിങ് ഉണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്ത് പഠിച്ചോളുക. അത് എപ്പോഴും റിപ്പീറ്റ് ചെയ്തോളുക. 7 കാര്യങ്ങൾ നിങ്ങൾക്ക് കോഡ് ഉപയോഗിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി 2010, ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണെന്നുള്ളതാണ്. എഗെയിൻ ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നെക്സ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, പഠിക്കുമ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്നുള്ളതാണ്. മുമ്പ് പഠിച്ചതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഓരോ കാറ്റഗറീസായിട്ട് ഡിസാസ്റ്ററിനെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്നു എന്നുള്ളത്. കാറ്റഗറി 1 കോൺസ്റ്റിറ്റ്യൂട്ട് വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്. വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ. കാറ്റഗറി 2-ൽ ജിയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റർ ഉണ്ട്. കാറ്റഗറി 3-ൽ കെമിക്കൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ന്യൂക്ലിയർ റിലേറ്റഡ് ഡിസാസ്റ്റർ ഉണ്ട്. കാറ്റഗറി 4-ൽ ബയോളജിക്കൽ റിലേറ്റഡ് ഡിസാസ്റ്റർ ഉണ്ട്. കാറ്റഗറി 5-ൽ മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ എല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം എന്താണ്, മാൻ മെയ്ഡ് ഡിസാസ്റ്റർ കൂടി ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ കാറ്റഗറി 1 ഇങ്ങനത്തെ ഈ കാറ്റഗറി ഓർത്ത് വെച്ചിരിക്കണം. അതേപോലെ തന്നെ കാറ്റഗറിയുടെ അണ്ടറിൽ പെടുന്ന കാര്യങ്ങളും ഓർത്ത് വെച്ചിരിക്കണം. വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്. ഫസ്റ്റ് ഫ്ലഡ്, ക്ലൈമറ്റ് വാട്ടർ റിലേറ്റഡ്, ദെൻ ക്ലൈമറ്റ് റിലേറ്റഡും കൂടിയാണ്, രണ്ടും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. സെക്കൻഡ് ഈസ് ഡ്രൗട്ട്, ദെൻ കോസ്റ്റൽ ഇറോഷൻ, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, സൈക്ലോൺസ് ആൻഡ് സ്റ്റോംസ്. അപ്പോൾ ഇത് വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്, ഫ്ലഡ്, ഡ്രോട്ട്, കോസ്റ്റൽ ഇറോഷൻ, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, സൈക്ലോൺ ആൻഡ് സ്റ്റോംസ്. ഇത് ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി കാറ്റഗറി 2-ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജിയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് ആണ്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യമാണ് അവിടെ വരുന്നത്, ജിയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് മഡ് ഫ്ലോസ് നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ടുണ്ടാകാറുള്ളൊരു കാര്യമാണ്. മണ്ണിടിച്ചിലും അല്ലെങ്കിൽ മഡ് ഫ്ലോ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എന്താണ് വാട്ടർ കണ്ടൻറ്റ് കൂടിയുള്ള മഡ് എന്ന് പറയുന്ന സംഗതിയായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് മഡ് ഫ്ലോസ് വരുന്നുണ്ട്. എർത്ത് ക്വേക്ക് ഓഫ് കോഴ്സ് വരും അല്ലേ. ദെൻ ഡാം ഫെയിലുവർ ജിയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് ആണ്. ഡാം ബേസ്റ്റ്, ഡാം പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും എന്താണ് ജിയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് ആണ്. ദെൻ അനദർ വൺ ഈസ് സുനാമി. ഇതൊരു ജിയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റർ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിന് ചെല്ലുമ്പോഴായിരിക്കും വാട്ടർ ആൻഡ് ക്ലൈമറ്റിൻ്റെ അണ്ടറിൽ വരാനാണല്ലോ സാധ്യത സുനാമി എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുക. അവിടെയാണ് നമ്മൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ പഠിച്ചു പോകും, കണക്ട് ചെയ്ത് പോകും. വാട്ടർ ക്ലൈമറ്റ് ഉണ്ട്, ജിയോളജിക്കലി ഉണ്ട്, നമുക്ക് ഓർത്ത് വെക്കാൻ കുഴപ്പമില്ല, കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണെന്നുള്ളത്. പക്ഷേ സുനാമി എന്ന് പറയുന്നത് എർത്ത് ക്വേക്ക് കടലിൻ്റെ അടിയിൽ ആ ഭാഗങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ സംഭവിക്കുന്ന സമയത്ത് അവിടെ എന്താണ് ഫോൾട്ടുകൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുമ്പോഴാണ് സുനാമി ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുമ്പോൾ എന്താണ് ജിയോളജിക്കലാണ്. അത് വെള്ളവുമായി റിലേറ്റ് ചെയ്തതാണെന്ന് വിചാരിക്കരുത്. നമ്മളെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് അത് കടലിലെ വെള്ളം ഉള്ളിലേക്ക് വരുന്ന ആ ഒരു കാര്യമൊക്കെ വരുന്നത്. പക്ഷേ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുമ്പോൾ എന്താണ്, അത് ജിയോളജിക്കലി റിലേറ്റഡ് ആണ് എന്ന കാര്യം ഓർത്ത് വെക്കുക. അത് വെച്ചുകൊണ്ട് തന്നെയാണ് തെറ്റിക്കാൻ നേരത്തെ ചോദ്യം വന്നിട്ടുള്ളത്. ഇനിയും അത് വരാം. അന്ന് പരീക്ഷ എഴുതിയവരൊക്കെ ജോലിക്ക് കയറി, അപ്പോൾ ഇനിയുള്ളവർ പുതുതായിട്ട് പഠിക്കുന്നവരാണ്, അപ്പോൾ ഇനിയും ആ ചോദ്യം വരാം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ശ്രദ്ധിച്ചോളുക. സുനാമി വീണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ചോദിച്ചതിൻ്റെ റീസൺ ഇതാണ്. നെക്സ്റ്റ് കാറ്റഗറി 3 കെമിക്കൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ന്യൂക്ലിയർ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ അതിലെന്തൊക്കെ വരുന്നതെന്ന് ചോദിച്ചാൽ ലീക്കേജ് ഓഫ് ഹസാർഡസ് മെറ്റീരിയൽസ് അറ്റ് ദ ടൈം ഓഫ് ദെയർ മാനുഫാക്ചർ, പ്രോസസ്സിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. നിർമ്മാണത്തിലും അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ അതെന്താണ് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്തുമൊക്കെ എന്താണ് ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് മനുഷ്യന് ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിക്ക് ഹാംഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. അതിൻ്റെ പാക്കേജിങ്ങിലും ഉണ്ടാക്കുന്ന സമയത്തുമൊക്കെ ലീക്ക് ചെയ്ത് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്.
അതാണ് ഒന്നെന്ന് പറയുന്നത്. 2 ഡിസാസ്റ്റേഴ്സ് ഡ്യൂ ടു മാനുഫാക്ചർ, സ്റ്റോറേജ്, യൂസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പ്രോഡക്ട്സ്, പെസ്റ്റിസൈഡ്സ് എക്സെട്ര ആൻഡ് വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ മാനുഫാക്ചറിങ് പ്രോസസ്. അടുത്തതെന്ന് പറയുന്നത് എന്താണ്? ചില പ്രോഡക്റ്റുകളുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട്, എസ്പെഷ്യലി കീടനാശിനികളോ മറ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അവയുടെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ചില പ്രോസസ് സ്റ്റേജുകളൊക്കെ നടക്കുന്ന സമയത്ത് പുറത്തേക്ക് മെറ്റീരിയൽസ് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് നിർമ്മാണത്തിലിരിക്കുമ്പോഴാവാം, അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴാവാം, അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ, അത് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോഴുമൊക്കെ ആവാം. അതേപോലെ തന്നെ എന്താണ് ഈ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ വേസ്റ്റ് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. ആ സമയത്തുമൊക്കെ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പം പല മാനുഫാക്ചറിങ് യൂണിറ്റുകൾ എടുത്തു കഴിഞ്ഞാലും എന്താണ് അവിടെ നിന്ന് പുറന്തള്ളുന്ന എഫ്ലുവൻസ് എന്നൊക്കെ പറയുന്നത് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കുറേ ഇൻസിഡൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈവൻ കേരളത്തിൽ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ പുഴകളൊക്കെ മലിനമാവാനുള്ള ഒരു റീസൺ. പിന്നെ ഇപ്പം ചവറ ബെൽറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ KMML തന്നെ, ഈവൻ KMML തന്നെ ടാങ്ക് കണക്കിന് സാധനങ്ങൾ ഇപ്പോഴും ഹസാർഡസ് ആയിട്ടുള്ളത് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും അത് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഡിസാസ്റ്റർ ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ബയോളജിക്കൽ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്, എപ്പിഡമിക്സ് ഉണ്ടാവുക. ദെൻ കാറ്റിൽ എപ്പിഡമിക്സ് ഉണ്ടാവുക, അതായത് ഇപ്പം കൂട്ടത്തോടെ നമ്മൾ പറയാറുണ്ടല്ലോ ഫ്ലൂ മറ്റ് സിറ്റുവേഷനുമൊക്കെ പക്ഷിപ്പനിയുമൊക്കെ ബാധിച്ചുകൊണ്ട് മരിക്കുന്ന കാര്യങ്ങളൊക്കെ. ദെൻ ഫുഡ് പോയ്സണിങ് സംഭവിക്കുന്ന കാര്യങ്ങൾ. ദെൻ പെസ്റ്റ് അറ്റാക്ക്, കൃഷിയിൽ പെസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുന്നത്. ഇതൊക്കെ എന്താണ് ബയോളജിക്കൽ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സാണ്. അപ്പോൾ ആലപ്പുഴയിലൊക്കെ എന്താണ് നമുക്ക് ഈ പറയുന്നത് പോലെ എപ്പിഡമിക്സൊക്കെ കൂടെ കേൾക്കാറുള്ള കാര്യങ്ങളാണ്. കാറ്റിൽ എപ്പിഡമിക്സ് വരാറുണ്ട്. ഫുഡ് പോയ്സണിങ്ങും കൂടെ കേരളത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം എന്താണ് ഷവർമയുടെ ഇഷ്യൂ ഉണ്ടായ സമയത്താണെങ്കിലും പിന്നീട് മന്തി കഴിച്ചിട്ട് ഈ പറയുന്ന പോലെ പ്രശ്നം ഉണ്ടായതൊക്കെ വാർത്തകളിൽ വന്നിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഈസ് കാറ്റഗറി 5 മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, മനുഷ്യനുണ്ടാക്കുന്ന ഡിസാസ്റ്ററുകൾ. ഫോറസ്റ്റ് ഫയർ, അത് മാൻമെയ്ഡ് ഫോറസ്റ്റ് ഫയറിനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. ദെൻ അർബൻ ഫയർ, വില്ലേജ് ഫയർ, ഫെസ്റ്റിവൽ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്, റോഡ്, റെയിൽ, എയർ ആക്സിഡൻറ്റ്, ബോട്ട് ക്യാപ്സൈസിങ്, ഓയിൽ സ്പിൽ, മേജർ ബിൽഡിംഗ് കൊളാപ്സ്, സീരിയൽ ബോംബ് ബ്ലാസ്റ്റ്. കേരളത്തിൽ കോമൺ ആണെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഉണ്ടായിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ട്. ദെൻ ഇലിസിറ്റ് ലിക്വിഡ് ട്രാജഡി, ഡ്രഗ് അബ്യൂസ്, ഡ്രൗണിങ്, മുങ്ങിപ്പോവുക, ടാങ്കർ ലോറി മിസ്ഹാപ്പുകൾ ഉണ്ടാവുക, പൊല്യൂഷൻ, എയർ വാട്ടർ സോയിൽ പൊല്യൂഷൻ. നോട്ട് ചെയ്ത് വെച്ചോ, പൊല്യൂഷനെയൊക്കെ എന്താണ് ഇതിൻ്റെ അണ്ടറിൽ ഡിസാസ്റ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ബാക്കിയുള്ളതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റും, പക്ഷേ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഫാമിലി സൂയിസൈഡ്, അഗെയിൻ നോട്ട് ചെയ്ത് വെച്ചോ, ഇതും കൂടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഫാമിലി സൂയിസൈഡ്. ദെൻ എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സ് വരുന്നതിന്. ദെൻ കമ്മ്യൂണൽ റയറ്റ്സ്, സ്റ്റാമ്പീഡ്. കമ്മ്യൂണൽ റൈറ്റ്സും ഇപ്പോൾ കോമൺ അല്ലെന്നുള്ളതേ ഉള്ളൂ, ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ദെൻ സ്റ്റാമ്പീഡ്, തിക്കിലും തിരക്കിലും പെട്ട ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ. ദെൻ എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് വരുന്നത്. ഇതൊക്കെ എന്താണ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിൻ്റെ അണ്ടറിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അവിടെയും നമുക്ക് എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. മാൻമെയ്ഡ് എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ മാൻമെയ്ഡിൻ്റെ അണ്ടറിലാണോ എന്നുള്ളത് അതിൻ്റെ അണ്ടറിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതൊക്കെയാണ് ചോദിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ദെൻ ഫോറസ്റ്റ് ഫയർ ഓർത്ത് വെച്ചിരിക്കുക, മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം ദെൻ ഡ്രൗണിങ് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ വരുന്നത്, ഇത് മാൻമെയ്ഡ് ആണോ എന്നുള്ളത് മാൻമെയ്ഡ് ആണെന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക. സോ ഇത് ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് 5 കാറ്റഗറിയിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള മാനേജ്മെൻറ്റ് പോളിസി, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്.